നമസ്കാരം. ഇന്ന് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ഹോട്ടൽ മെത്തേഡിൽ ഒരു വെജിറ്റബിൾ കറി, രാവിലെ അപ്പത്തിനും ബെറോട്ടായ്ക്കും ഒക്കെ ഉള്ള വെജിറ്റബിൾ കറിയാണ് ഇന്നുണ്ടാക്കുന്നത്. അതിന് പെട്ടെന്ന് ഇത് സമയബന്ധിതമായിട്ട് നടക്കേണ്ടതുകൊണ്ട് ആദ്യമേ നമ്മൾ കാരറ്റും ഉരുളക്കിഴങ്ങും സവോളയും പച്ചമുളകും കൂടെ കുക്കറിൽ ഒരു രണ്ടാഴ്ച അടിച്ച് വെച്ചിരിക്കും. അതിലേക്ക് 2-3 അടി അടിച്ച് ഒരു 50 പേരുടെ ഇതാണ് വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കുന്നത്. 1 കിലോ ഗ്രീൻ പീസ് 3 അടി അടിച്ച് വെച്ചിരിക്കുകയാണ് കുക്കറിനകത്ത്. മറ്റൊരു കുക്കറിൽ അത് നമ്മുടെ ആ കഷ്ണത്തിൻ്റെ അകത്തേക്ക് ഇട്ട് വെന്തിരിക്കുന്ന ആ കഷ്ണത്തിൻ്റെ അകത്തേക്ക് നമ്മൾ ആ ഗ്രീൻ പീസ്, ഇപ്പോൾ ഗ്രീൻ പീസും ഇതുമെല്ലാം കൂടെ ആ അടുപ്പത്ത് രണ്ടും കൂടെ മിക്സായിട്ട് ഇതിൻ്റെ അകത്ത് വേണ്ട ഐറ്റങ്ങൾ അന്നേരം ഇത് രണ്ടും കൂടെ ഒന്ന് രണ്ടും നല്ലതുപോലെ വെന്തതാണ്. എന്നാലും അത് തിളച്ച് രണ്ടും കൂടെ ഒരു യോജിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ ഉരുളക്കിഴങ്ങ്, കാരറ്റ്, ബീൻസ് ഉണ്ട്, ബീൻസ് ഇടുക. ഇപ്പം ഞാൻ ബീൻസ് ചേർത്തിട്ടില്ല. സവോള, പച്ചമുളക്, അതിൻ്റെ കൂടുതൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിടുകയോ അല്ലെങ്കിൽ ഇഞ്ചി ചതച്ചിടുകയോ ചെയ്യാം. പിന്നെ 2 ക്യാപ്സിക്കം, കുറച്ച് പച്ചമുളക്, കുറച്ച് കരിയാപ്പില, കുറച്ച് തേങ്ങയുടെ പാലെടുത്ത് കുറച്ച് തേങ്ങാപ്പാലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ അതിൻ്റെ കൂടുതൽ 2 തേങ്ങ, ഒരു മിക്സ് തേങ്ങ നന്നായിട്ട് നെയ്യ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നമ്മുടെ കഷ്ണവും ആ ഗ്രീൻ പീസും കൂടെ നന്നായിട്ട് യോജിച്ചിരിക്കുകയാണ്. അന്നേരം ഇതിൻ്റെ അകത്തേക്ക് അല്പം ഗരം മസാല ആദ്യം ഒന്ന് ചെയ്ത് വെജിറ്റബിളുകാർക്ക് ഒരു മണവും ഒക്കെ കിട്ടണം. ഇത് വെള്ളക്കറിയാണ്, വെള്ള കളറുള്ള കറിയാണ്. അതുകൊണ്ട് മറ്റ് പൊടികളൊന്നും ഇത് ചേർക്കുന്നില്ല. അല്പം ഗരം മസാല, ഇച്ചിരി ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. മണത്തിന് വേണ്ടി ഒരല്പം ഏലക്കാപ്പൊടി, ഒരല്പം. ഏലക്കായ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. എന്നാലും നമ്മളൊരു കേറ്ററിങ് ഇതല്ലേ ഒരാൾക്ക് കൊടുക്കുന്നത്. ഇത് വേണ്ടത് പൊടി എന്ന് പറഞ്ഞാൽ ഇച്ചിരി കുരുമുളക് പൊടി മാത്രം. അത് ലാസ്റ്റ് എല്ലാ കഷ്ണവും എല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊന്നുകൂടെ ഉടയാൻ ഒന്ന് വെന്ത നന്നായിട്ട് കിഴങ്ങും കാരറ്റും ഗ്രീൻ പീസും എല്ലാം കൂടെ യോജിച്ച് ഒന്ന് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തേങ്ങ അരച്ച് ചേർത്തതും പിന്നെ 1 പാൽ, അതിലേക്ക് അതിൻ്റെ അകത്തേക്ക് ഇഞ്ചി, ആദ്യം ഇത് ഗരം മസാലയും അല്പം ഗരം മസാല ഇട്ടു, ഏലക്കാപ്പൊടി ഇട്ടു. ഇനി ഇതിലേക്ക് ഇഞ്ചി. അപ്പോൾ ഇതിന് ഈ കറിക്ക് വരുന്ന എരിവെന്ന് പറഞ്ഞാൽ പച്ചമുളകിൻ്റെ, ഇഞ്ചിയുടെ, ഇച്ചിരി കുരുമുളകിൻ്റെ എരിവ്. അപ്പോൾ അതിലേക്ക് ഇഞ്ചി ഇട്ടു. ഇനി ഇതിൽ 2 കരിയാപ്പില ഇട്ടു. ഇളക്കി കൊടുക്കുക, അടി പിടിക്കാൻ. കുക്കറിൽ തന്നെയാണ് വെക്കുന്നത്. അന്നേരം നല്ല ആദ്യം നമ്മൾ കുക്കറിൽ ഗ്രീൻ പീസ് ഇട്ടിട്ട് അടിച്ചിട്ടാണെങ്കിലും മതി. ഇപ്പം ഞാനിത് ഗ്രീൻ പീസ് വേറെ അടിച്ചു. എന്നിട്ട് ഈ കുക്കറിലാക്കി വെജിറ്റബിൾ ഒന്നുകൂടെ വേറെ അടിച്ചിങ്ങനെ. ഇനി ഇതിൽ അരപ്പിലാണ്. ഇത് ഒത്തിരി പണിയൊന്നുമില്ല ഈ കുക്കറിൽ ആയതുകൊണ്ട്. ഈ കുക്കറിൽ ഇത് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ പണ്ടത്തെ പോലെ അടുപ്പത്ത് വെച്ച് അടുപ്പയിൽ വെച്ച് അത്രയും പണിയൊന്നുമില്ല. ഇതിലേക്ക് നമ്മൾ തേങ്ങ നന്നായിട്ട് അരച്ചിരിക്കുന്ന ഇതിലേക്ക് ഒഴിക്കുക. ഇതിലേക്ക് നമ്മൾ
തേങ്ങ അരപ്പ് ചേർത്തു. അതിൻ്റെ അകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 ക്യാപ്സിക്കം അതിലേക്ക് ചേർക്കാം. ക്യാപ്സിക്കം നമ്മൾ എപ്പോഴും അവസാനമാണ് ചേർക്കുന്നത്. അതിൻ്റെ അത് വലുതായിട്ട് വേകാനായിട്ട് നമ്മൾ അനുവദിക്കുന്നില്ല. അത് എന്ത് കണ്ടമാനം പോയാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് മറ്റൊരു രീതിയിലാകും. ഈ അവസാനമായിട്ട് നമ്മൾ ഈ തേങ്ങാപ്പാൽ 1-ാം പാല് ഇങ്ങോട്ട് ഒഴിക്കുക. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പിന്നെ ഒത്തിരി സമയം തിളയ്ക്കാൻ നമ്മൾ അനുവദിക്കത്തില്ല. 1-ാം പാല് ഒഴിച്ച് 1-ാം പാലൊഴിച്ച് കറി ഇപ്പോൾ ഒരുമാതിരി നല്ല കൊഴുപ്പായിട്ടുണ്ട്. തേങ്ങാപ്പാൽ പച്ചത്തേങ്ങ ഇതെല്ലാം കൂടെ അരിച്ച് കറി ഒരുവിധം നല്ല കൊഴുപ്പായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം അല്പം വെളിച്ചെണ്ണ, അല്പം കരിയാപ്പിലയും ഇതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം കുരുമുളക് പൊടി. അപ്പം നമ്മൾ ഇനി ഇതിൻ്റെ ഉപ്പുമൊക്കെ നോക്കണം. കറി ഈ ഗ്രീൻ പീസ് ഇട്ടതുകൊണ്ട് നല്ലതുപോലെ കറി പെട്ടെന്ന് തന്നെ കൊഴുക്കും. അതുകൊണ്ടിപ്പം നമുക്ക് ഇച്ചിരി ലൂസായിട്ട് തോന്നിയാൽ ഇപ്പം കറി നമ്മുടെ പാകത്തിനുള്ള കറിയായിട്ടുണ്ട്. ഉപ്പുണ്ടാവും, ഉപ്പൊക്കെ നല്ല ഉണ്ട്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഇതിൽ ഇപ്പം കാഷ്യൂനട്ടോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഇതിനൊരു പൊടി അതിൻ്റെ മുകളിൽ മുകളിലേക്ക് ഇത് അല്പം കാഷ്യൂനട്ടും കൂടെ ചേർക്കാണ്. അപ്പോൾ നല്ല കറിക്കൊരു നല്ല ടേസ്റ്റിന് വേണ്ടി ഒരല്പം വെളിച്ചെണ്ണ കൂടെ മുകളിലേക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല കറി നല്ല തേമായിട്ടുണ്ട്. ഒരല്പം ഈ വെളിച്ചെണ്ണ കൂടാതെ ഒരല്പം നെയ്യ് കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുകയാണ്. ഒരു അല്പം നെയ്യ് കറി വളരെ നല്ല ആർക്കും ഉണ്ടാക്കാവുന്ന, വളരെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന വളരെ എളുപ്പത്തിൽ നമുക്കുണ്ടാക്കാവുന്ന ഒരു കറിയാണ്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കണം. വീടുകളിലൊന്ന് ശ്രദ്ധിച്ച് ഇതുണ്ടാക്കാവുന്നതാണ്. 2, 3, 4 ചേരുവകൾ മാത്രമേ ഉള്ളൂ. ഉരുളക്കിഴങ്ങ്, കാരറ്റ്, ഒരല്പം ക്യാപ്സിക്കം, സവോള, പച്ചമുളക്, ഇഞ്ചി, അതൊക്കെ. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ഇതിൻ്റെ അകത്ത് ചെറുതായിട്ട് വേണമെങ്കിൽ കോളിഫ്ലവർ, ബീൻസോ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ വെജിറ്റബിൾ കറിക്ക് ഒന്ന് മാറ്റി കൂട്ടാനായിട്ട് ഒന്നുകൂടെ വെജിറ്റബിൾ കറിക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാവുന്നതാണ്. ഇത് നമ്മൾ ഒരു പാത്രത്തിലാക്കി നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ അപ്പത്തിനുള്ള കറിയാണ്. ഇന്നൊരു അപ്പത്തിൻ്റെയും ഓർഡറുണ്ട്, അതിനുള്ള കറിയാണ്. ഇതിൻ്റെ കൂട്ടി ബ്രൂ കോഫി കൂടെ ഇപ്പം തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ വീഡിയോ നോക്കി എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ബൈ. കറി കൊണ്ടുപോകാൻ ഉടനെയാണ് അത് പാക്ക് ചെയ്ത് പാത്രത്തിലാക്കി ഒട്ടിക്കുക.